എവരിവൺ. സ്ഥാനം മാറുമ്പോ തന്റെ മീനിങ് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട് ഇംഗ്ലീഷിൽ. അതായത് എവിടെ പ്ലേസ് ചെയ്യുന്ന സ്ഥലത്തിനനുസരിച്ച് മീനിങ് കംപ്ലീറ്റ് ആൾ മാറ്റിക്കളയും. സോ ഇങ്ങനെ ഈ റീപ്ലേസ്മെന്റ് ഇഷ്യൂ അല്ലെങ്കിൽ പ്ലേസ്മെന്റ് ഇഷ്യൂ ഫേസ് ചെയ്യുന്ന ചില വാക്കുകളിൽ ഒരാളാണ് ഒള്ളി. ഇത് ആക്ച്വലി ഇഷ്യൂ അല്ല, മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ. നമുക്ക് നോക്കിയാലോ. ഷീ ഒള്ളി ലവ്സ് ഹിം. അവൾക്ക് അവനെ മാത്രമേ ഇഷ്ടമുള്ളൂ. അവിടെ ആ ആക്ഷൻ ആണ് പ്രധാനം. അതായത് അവൾക്ക് അവനെ ഇഷ്ടമാണ് എന്നുള്ള ഇഷ്ടത്തിനാണ് പ്രാധാന്യം. അതായത് അവൾ അവനെ ഹെൽപ്പ് ചെയ്യുന്നെന്നോ അല്ലെങ്കിൽ അവൾ അവനെ പഠിപ്പിക്കുന്നെന്നോ അങ്ങനെ ഒന്നുമില്ല, ഇഷ്ടമാണ്. അപ്പം ആക്ഷന് പ്രാധാന്യമുള്ളടത്ത് ഒള്ളി നമ്മൾ യൂസ് ചെയ്തു. രണ്ടാമത് ഷീ ലവ്സ് ഹിം ഒള്ളി. അവനെ മാത്രമാണ് അവള് സ്നേഹിക്കുന്നത്. അതായത് നമ്മൾ ഒബ്ജക്റ്റിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവനെ മാത്രമേ, വേറെ ആരെയില്ല, അവനെ മാത്രമേ അവളെ സ്നേഹിക്കുന്നുള്ളൂ എന്നുള്ളത്. സോ ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് വരുന്നു വീണ്ടും നമ്മൾ ഈ ഒള്ളി ഉപയോഗിച്ചപ്പോൾ. നെക്സ്റ്റ് വൺ ഒള്ളി ഷീ ലവ്സ് ഹിം. അതായത് അവള് മാത്രമേ അവനെ സ്നേഹിക്കുന്നുള്ളൂ, വേറെ ആരും അവനെ സ്നേഹിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ കേൾക്കുമ്പം ഇതെല്ലാം ഒന്ന് തന്നെയല്ലേ പറഞ്ഞേ? അല്ല, മൂന്ന് ഡിഫറെന്റ് സെന്റൻസുകളാണ്. അപ്പൊ ഈ 3 ഡിഫറെന്റ് സെന്റൻസുകളിലും ഒള്ളി എന്ന ആളുടെ യൂസേജ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയുള്ള രസകരമായ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഭാഷ ബഹുവിശേഷം.